1990 കാലഘട്ടങ്ങളിൽ ഒരു തലമുറയെ മുഴുവൻ പ്രായഭേദമന്യേ കൊടുകുടിച്ചിരിപ്പിച്ച പ്രസിദ്ധ കോമിക് താരം മിസ്റ്റർ ബീനെ ആരും മറക്കാനിടയില്ല. മിസ്റ്റർ ബീൻ ഒരു ബ്രിട്ടീഷ് ഹാസ്യ ടെലിവിഷൻ പരമ്പരയായിരുന്നു. അരമണിക്കൂർ ദൈർഘ്യമുള്ള 14 എപ്പിസോഡുകളടങ്ങുന്ന ഇതിലെ പ്രധാന കഥാപാത്രമായ മിസ്റ്റർ ബീനെ അവതരിപ്പിച്ചത് റോവാൻ അറ്റ്കിൻസൺ ആണ്. എന്നാൽ ഇപ്പോൾ മിസ്റ്റർ ബീനിന്റേതെന്ന അവകാശവാദവുമായി ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഒരു കിടപ്പിലായ രോഗിയുടെ ചിത്രമാണ് മിസ്റ്റർ ബീനിന്റേതാണെന്ന തരത്തിൽ പ്രചരിക്കുന്നത്. ലോകത്തെ ചിരിപ്പിച്ച ഈ മനുഷ്യനെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? നമ്മുടെ ബാല്യകാല നായകൻ ഇപ്പോൾ പ്രായമാവുകയാണ് എന്ന കുറിപ്പിനൊപ്പമാണ് പോസ്റ്റുകൾ പ്രചരിക്കുന്നത്. ട്വിറ്ററിലടക്കം നിരവധി പേരാണ് പോസ്റ്റ് ഇതിനോടകം ഷെയർ ചെയ്തിട്ടുള്ളത്. ചില യൂട്യൂബ് ചാനലുകളിൽ 2024 ജൂലൈ 10 അപ്ലോഡ് ചെയ്ത ഫോർമുല 1 റേസ് ഇവന്റുമായി ബന്ധപ്പെട്ട് റോവിൻ അറ്റ്കിൻസണുമായി നടത്തിയ അഭിമുഖത്തിന്റെ വീഡിയോ പരിശോധിച്ചാൽ പൂർണ്ണ ആരോഗ്യവാനായ മിസ്റ്റർ ബീനെയാണ് കാണാൻ സാധിക്കുക. കൂടാതെ 2025 മിസ്റ്റർ ബീൻ ദി ആനിമേറ്റഡ് സീരീസിന്റെ പുതിയ സീസണിൽ മിസ്റ്റർ ബീൻ ടിവിയിൽ തിരിച്ചെത്തുമെന്ന വിവരങ്ങളടങ്ങിയ വാർത്തകളും ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. വൈറൽ ചിത്രത്തിലുള്ള ഇമേജ് റിവേഴ്സ് ഇമേജിൽ തിരഞ്ഞാൽ 2020 ജനുവരി 31 ഒരു ബ്രിട്ടീഷ് മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ വൈറൽ ചിത്രത്തിന് സമാനമായ ഒരു ചിത്രം ലഭിക്കും. ഈ ചിത്രത്തിലെ വയോധികനും ചിത്രത്തിന്റെ പശ്ചാത്തലവും വസ്ത്രങ്ങളുമെല്ലാം മിസ്റ്റർ ബീനിന്റേതെന്ന് അവകാശപ്പെടുന്ന വൈറൽ ചിത്രത്തിന് സമാനമാണെന്ന് ഇത് കണ്ടാൽ വ്യക്തമാകും. UK-യിൽ ശരിയായ വൈദ്യസഹായം ലഭിക്കാത്തതിനെ തുടർന്ന് വിവിധ രോഗങ്ങളാൽ വലഞ്ഞ ബാരി ബാൾഡർസ്റ്റോൺ എന്ന രോഗി മരിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യ മെറിലിൻ പകർത്തിയ ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ചിത്രങ്ങളും ഉപയോഗിച്ച് ബാരി ബാൾഡർസ്റ്റോണിന്റെ മുഖം മിസ്റ്റർ ബീനിനോട് സാമ്യമുള്ള രീതിയിൽ ഡിജിറ്റലി എഡിറ്റ് ചെയ്തിരിക്കുന്നതാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. റോവാൻ അറ്റ്കിൻസണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ലോകമെമ്പാടും ഇത് ഔദ്യോഗികമായി പ്രചരിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. AI സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിൽ ഡീപ് ഫേക്ക് ആപ്പിലൂടെ ഇത്തരത്തിലുള്ള വ്യാജ ഫോട്ടോകളും വീഡിയോകളും പ്രചരിക്കുന്നത് ഇപ്പോൾ വ്യാപകമായിരിക്കുകയാണ്.